എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എന്റെ ടോപ്പിക് എന്ന് പറയുന്നത് മുട്ടുവേദന അല്ലെങ്കിൽ നീ പെയിൻ. പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് മുട്ടുവേദന ഉണ്ടാകാം. പ്രധാനമായിട്ട് പറയുന്നത് ഒന്ന് ആർത്രൈറ്റിസിന്റെ പ്രോബ്ലങ്ങൾ, അതായത് തേയ്മാനം, ഡീജനറേറ്റീവ് ആർത്രൈറ്റിസ് എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് നമുക്ക് മുട്ടുവേദന ഉണ്ടാകാം. അതുപോലെ തന്നെ നമ്മുടെ ബോഡി വെയിറ്റ് കൊണ്ടും കൂടുതൽ സമയം നിൽക്കുന്നത് കൊണ്ടും മുട്ടിലോട്ടുള്ള ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീർക്കെട്ട് ഇതൊക്കെ ഉണ്ടാകാം. സ്റ്റെപ്സ് ഒക്കെ അധികമായിട്ട് കയറി ഇറങ്ങുന്നവരിലും ഇന്ന് മുട്ടുവേദന കാണാറുണ്ട്. നമ്മൾ ബ്ലഡ് ടെസ്റ്റ് നോക്കുവാണെങ്കിൽ യൂറിക് ആസിഡ് നമുക്ക് കൂടുതലാണെങ്കിൽ അത് നമ്മുടെ ഏതെങ്കിലും ജോയിന്റ്സിനെ എഫക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ മുട്ടിലെ ജോയിന്റ്സ് അല്ലെങ്കിൽ കാലിന്റെ ജോയിന്റ്സിനെയൊക്കെ ആയിരിക്കും എഫക്ട് ചെയ്യുന്നത്. അതും നമുക്കൊരു മുട്ടുവേദനയുടെ കാരണമായിട്ട് പറയാം. പിന്നെ നമുക്ക് എന്തെങ്കിലും ഇഞ്ചുറികൾ പറ്റിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ആക്സിഡന്റ് അങ്ങനെ എന്തെങ്കിലും മുട്ടിന് ഇഞ്ചുറി ആയിട്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് എഫക്ട് ചെയ്യാം, മുട്ടുവേദനയായിട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ശ്രദ്ധിക്കേണ്ടത്, കൂടുതൽ സ്റ്റെപ്പ് കയറി ഇറങ്ങുന്നവരോ അല്ലെങ്കിൽ ബോഡി വെയിറ്റ് കൂടുതലുള്ള ആൾക്കാരാണെങ്കിലും ഇങ്ങനെയുള്ളവരൊക്കെ നമ്മൾ അതൊന്ന് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നത്, സ്റ്റെപ്പ് കയറുന്നതിന്റെ പലതവണ എന്നുള്ളത് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ആർത്രൈറ്റിസ്, ഇപ്പോൾ തേയ്മാനം കൊണ്ടൊക്കെ മുട്ടുവേദന വരുന്ന ആൾക്കാരാണെങ്കിലും അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കുവാണെങ്കിൽ, ആരംഭത്തിൽ തന്നെ എടുക്കുവാണെങ്കിൽ വളരെ വ്യത്യാസം കാണാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ മൈൽഡ് ആയിട്ടുള്ള എക്സസൈസുകൾ, മുട്ടിനും അതുപോലെ കാലിനൊക്കെ സ്ട്രെങ്തനിങ് വരുന്ന എക്സസൈസ് ഒക്കെ ചെയ്യുവാണെങ്കിലും നമുക്ക് ഒരു പരിധി വരെ തന്നെ മുട്ടുവേദന കുറയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ്.